വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. അതിൽ വരുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ജനറലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലവർ ആണ്. ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതായത് ആൻജിയോസ്പേമിലത്തെ റീപ്രൊഡക്റ്റീവ് പാർട്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ആൻഡ്രീഷ്യം അതുപോലെ തന്നെ ഗൈനീഷ്യം. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഗൈനീഷ്യം എന്ന് പറഞ്ഞാലോ അത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ആൻഡ്രീഷ്യം മെയിൻലി ഇൻക്ലൂഡ്, ആൻഡ്രീഷ്യത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? സ്റ്റേമൻ, മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് പൊള്ളൻ ഗ്രൈൻ. ഇതാണ് ആൻഡ്രീഷ്യത്തിൽ അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഗൈനീഷ്യം മെയിൻലി ഇൻക്ലൂഡ് പിസ്റ്റിൽ, മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂള് ആൻഡ് എംബ്രിയോസാക്ക്. ഇതാണ് ഗൈനീഷ്യത്തിൽ വരുന്നത്. സ്റ്റേമൻ, മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് പൊള്ളൻ ഗ്രൈന് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ആൻഡ്രീഷ്യത്തിൽ വരുന്ന പാർട്സ് ആണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമുക്ക് അവ എന്താണെന്ന് നോക്കാം. സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് ദ ലോങ് ആൻഡ് സ്ലെൻഡർ സ്റ്റോക്ക് കോൾഡ് ഫിലമെൻറ്റ്. അതായത് ഈ സ്റ്റേമനിൽ എന്തുണ്ടായിരിക്കും? ഒരു ലോങ് ആയിട്ടുള്ള ഒരു സ്ലെൻഡർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഫിലമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ടെർമിനൽ ജനറലി ബൈലോബ്ഡ് സ്ട്രക്ചർ കോൾഡ് ആന്തർ. എന്താണ്? ടെർമിനലായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ബൈലോബ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് ആന്തർ എന്ന് വിളിക്കുന്നത്. എ ടിപ്പിക്കൽ ആൻജിയോസ്പേം ആന്തർ ഈസ് ബൈലോബ്ഡ് വിത്ത് ഈച്ച് ലോബ് ഹാവിംഗ് 2 തീക്ക. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ആൻജിയോസ്പേമിൻ്റെ ആന്തർ എന്ന് പറയുന്നത് അത് ബൈ ലോബ്ഡ് ആയിരിക്കും, വിത്ത് ഈച്ച് ലോബ് ഹാവിങ് 2 തീക്ക. അതിൻ്റെ ഓരോ ലോബിനും 2 തീക്ക ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡൈതീക്കസ് എന്ന് പറയുന്നത്. എന്താണ് ഡൈതീക്കസ് എന്ന് പറയുന്നത്? ഇൻ ട്രാൻസ്വേഴ്സ് സെക്ഷൻ, നമ്മൾ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ദ ആന്തർ ഈസ് എ 4 സൈഡഡ്. ആന്തർ എന്ന് പറയുന്നത് ഒരു 4 സൈഡഡ് അല്ലെങ്കിൽ ടെട്രാഗണൽ സ്ട്രക്ചർ ആണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 4 മൈക്രോസ്പൊറാഞ്ചിയ ലൊക്കേറ്റഡ് അറ്റ് ദ കോർണേഴ്സ്, 2 ഇൻ ഈച്ച് ലോബ്. അതായത് എന്താ പറയുന്നത്? നമ്മളതിന് ഒരു ആന്തറിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ആന്തർ എന്ന് പറയുന്നത് ഒരു 4 സൈഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൽ 4 സ്പൊറാഞ്ചിയ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ കോർണർ. ഈ 2 ലോബ് ഉണ്ടെന്ന് പറയില്ലേ, ഓരോ ലോബിലും 2 വെച്ചിട്ടാണ് അതിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദ മൈക്രോസ്പൊറാഞ്ചിയ ഡെവലപ്പ് ഫർദർ ആൻഡ് ബിക്കം പൊള്ളൻ സാക്ക്. They extend longitudinally all through the length of an anther and are packed with the pollen grains. അതായത് മൈക്രോസ്പൊറാഞ്ചിയ അത് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് പിന്നീട് പൊളൻ സാക്കായിട്ട് മാറുന്നു. ഇതെന്ത് ചെയ്യുന്നു? ഈ ഒരു ആന്തറിൻ്റെ ലെങ്ത്തിൻ്റെ അത്രയും ഇത് ലോഞ്ചിറ്റ്യൂഡിനലി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതുകൂടാതെ ഇവയിൽ നിറയെ പൊള്ളൻ ഗ്രെയിൻസിൻ്റെ പാക്ക് ഉണ്ടായിരിക്കും. ദേ ആർ പാക്ക്ഡ് വിത്ത് പൊള്ളൻ ഗ്രെയിൻസ്. പൊള്ളൻ ഗ്രെയിൻസ് അതിൽ പാക്ക്ഡ് ആയിരിക്കും. സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. ഇറ്റ് ഈസ് ജനറലി സറൗണ്ടഡ് ബൈ 4 വോൾ ലെയർ. അതായത് ഇത് ജനറലി അതിന് സറൗണ്ട് ചെയ്തിട്ട് 4 വോൾ ലെയേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടപ്പീറ്റം. ഇങ്ങനെ 4 ലെയേഴ്സ് ആണുള്ളത്. ദ ഔട്ടർ 3 വോൾ ലെയേഴ്സ്, പുറമേയുള്ള ഈ 3 ലെയേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് പെർഫോം ദ ഫങ്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ. അതെന്താ ചെയ്യുന്നത്? ഒരു പ്രൊട്ടക്ഷനാണ് അവിടെ കൊടുക്കുന്നത്. ആൻഡ് ഹെൽപ്പ് ഇൻ ഡെഹിസൻസ് ഓഫ് ആന്തർ ടു റിലീസ് ദ പൊള്ളൻ. എന്ത് ചെയ്യുന്നു? അത് ഈ പൊള്ളനെ റിലീസ് ചെയ്യാനായിട്ട് ഈ ആന്തറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഇന്നർ മോസ്റ്റ് വോൾ ലെയർ, അതായത് ഇന്നർ മോസ്റ്റിലുള്ള ലെയർ ആയിട്ടുള്ള ടപ്പീറ്റം എന്ന് പറയുന്നത് ദാറ്റ് നറിഷേഴ്സ് ദ ഡെവലപ്പിംഗ് പൊള്ളൻ ഗ്രെയിൻസ്. പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്ന ഈ ഒരു പൊള്ളൻ ഗ്രെയിൻസിനെ ഇത് നറിഷ് ചെയ്യാണ് ചെയ്യുന്നത്. The cells of the tapetum possess dense cytoplasm and generally have more than 1 nucleus. ഈ ടപ്പീറ്റത്തിൻ്റെ സെല്ലുകൾ എന്ന് പറയുന്നത് അത് ദാറ്റ് പോസസ് ഡെൻസ് സൈറ്റോപ്ലാസം, അതിൽ സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും. അത് കൂടാതെ എന്തുണ്ട്? ഇതിന് ഒന്നിലധികം ന്യൂക്ലിയസുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും.
വെൻ ദ ആന്തർ ഈസ് യങ്, ആന്തർ യങ് ആയിരിക്കുന്ന സമയത്ത് എ ഗ്രൂപ്പ് ഓഫ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജിനസ് സെൽസ് കോൾഡ് സ്പോറോജിനസ് ടിഷ്യൂ ഓക്യുപ്പൈസ് ദ സെൻറ്റർ ഓഫ് ഈച്ച് മൈക്രോസ്പൊറാഞ്ചിയം. അതായത് ഇതിലുള്ള മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സെൻറ്ററിലായിട്ട് എന്തുണ്ടായിരിക്കും, ഹോമോജിനസ് ആയിട്ടുള്ള സെല്ലുകൾ അതിനെ നമ്മൾ സ്പോറോജിനസ് ടിഷ്യൂ എന്നാണ് വിളിക്കുന്നത്, അത് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടായിരിക്കും. Microsporogenesis, the process of the formation of microspore from a pollen mother cell PMC through meiosis is called മൈക്രോസ്പോറോജെനിസിസ്. എന്താ പറയുന്നത്, മിയോസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തിലൂടെ, ആ ഒരു മെത്തേഡിലൂടെ PMC അതായത് പൊള്ളൻ മദർ സെല്ലിൽ നിന്നും മൈക്രോസ്പോറുകൾ ഉണ്ടാകുന്ന, അതിൻ്റെ ഒരു ഫോർമേഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. ഈച്ച് പൊള്ളൻ ഓർ മൈക്രോസ്പോർ മദർ സെൽ ഓഫ് സ്പോറോജിനസ് ടിഷ്യൂ ഡിവൈഡ് മൈറ്റോട്ടിക്കലി ആൻഡ് ഫോം മൈക്രോസ്പോർ ടെട്രാഡ്, അതായത് 4 ഹാപ്ലോയിഡ് സെൽസ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ ക്ലസ്റ്റർ. അതായത് ഓരോ പൊള്ളനും അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് ഈ സ്പോറോജിനസ് ടിഷ്യൂസിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി, ഇത് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് 4 സംഭവിക്കുന്നു, 4 മൈക്രോസ്പോറുകൾ, അതായത് മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നു. അതൊരു 4 ഹാപ്ലോയിഡ് സെല്ലാണ്. അതൊരു ക്ലസ്റ്റർ ഫോമിൽ, ഒരു കൂട്ടമായിട്ടാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. The microspore dissociate from each other and form into pollen grain. അത് എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഈ ഒരു ക്ലസ്റ്ററിൽ നിന്നും ഇവ എന്ത് ചെയ്യുന്നു, ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, പൊള്ളൻ ഗ്രെയിൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊള്ളൻ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് റെപ്രസെൻറ്റ് ദ മെയിൽ ഗാമറ്റോഫൈറ്റ്സ്. മെയിൽ ഗാമറ്റോഫൈറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പൊള്ളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ പ്രോമിനൻറ്റ് 2 ലെയർഡ് വോൾ. ഇതിനൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു 2 ലെയേർഡ് വോൾ ഉണ്ടായിരിക്കും. ദ ഹാർഡ് ഔട്ടർ ലെയർ ആയിട്ടുള്ള ആ ഹാർഡ് ലെയറിനെയാണ് എക്സൈൻ എന്ന് പറയുന്നത്, എക്സൈൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സ്പോറോപൊള്ളനിൻ എന്ന് പറയുന്ന മോസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ്, സ്പോറോപെല്ലനിൻ. എക്സൈൻ ഹാസ് പ്രോമിനൻറ്റ് അപ്പർച്ചർ കോൾഡ് ജേം പോറ്. ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, അതിനെയാണ് ജേം പോർ എന്ന് വിളിക്കുന്നത്. വേർ സ്പോറോപെല്ലിനിൻ ഈസ് ആബ്സെൻറ്റ്. അവിടെ എന്തായിരിക്കും, ഈ ഒരു ജേം പോറിൽ എന്തായിരിക്കും, ഈ സ്പോറോപെല്ലിനിൻ എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ ആബ്സെൻ്റ് ആയിരിക്കും. ദ ഇന്നർ വോൾ ഓഫ് ദ പൊള്ളൻ ഗ്രെയിൻ ഈസ് കോൾഡ് ദ ഇൻറ്റൈൻ. ഇൻറ്റൈൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നർ വോൾ ഓഫ് ദ പൊള്ളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. അത് വളരെ തിന്നായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ലെയർ ആണ്. ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സെല്ലുലോസും പെക്റ്റിനും കൊണ്ടുമാണ് ഈ ഒരു ലെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. വെൻ പൊള്ളൻ ഗ്രെയിൻ ഈസ് മെച്യൂർ, ഈ പൊള്ളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് മെച്യൂർ ആയിട്ടുള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ 2 സെൽസ്. അതിൽ 2 തരത്തിലുള്ള സെൽസാണ് ഉണ്ടായിരിക്കുക, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. വെജിറ്റേറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ അത് വളരെ ബിഗ്ഗർ ആയിരിക്കും. ഹാസ് അബൻഡൻറ്റ് ഫുഡ് റിസർവ് അബൻഡൻ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലാർജ് ഇറഗുലർലി ഷേപ്പ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും അതിൽ ഉണ്ടായിരിക്കും. ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. അത് എന്ത് ചെയ്യുന്നു, ഈ ഒരു വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ ഫ്ലോട്ട് ചെയ്തിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് സ്പിൻഡിൽ ഷേപ്പ്ഡ്. അത് ഒരു സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഒരു സ്പിൻഡിൽ ഷേപ്പുള്ളതാണ് ഇത്. ഇതിൽ എന്തുണ്ടായിരിക്കും, സൈറ്റോപ്ലാസവും അതിൽ അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. പിസ്റ്റിൽ, മെഗാസ്പൊറാഞ്ചിയം ആൻഡ് എംബ്രിയോസാക്ക്. ദ ഗൈനീഷ്യം കൺസിസ്റ്റ്, എന്തൊക്കെയാണോ ഗൈനീഷ്യത്തിലുള്ളത്, ഒരു പിസ്റ്റിൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂൾ ഉണ്ടായിരിക്കും, അതുപോലെ ഒരു എംബ്രിയോ സാക്കും ഉണ്ടായിരിക്കും. അക്കോർഡിംഗ് ടു പിസ്റ്റിൽ, ഫീമെയിൽ ഫ്ലവേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 2. എന്താണ്, അതിൻ്റെ പിസ്റ്റലിനെ അക്കോർഡ് ചെയ്തിട്ട് ഈ ഒരു ഫീമെയിൽ ഫ്ലവേഴ്സിനെ 2 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. മോണോ കാർപ്പലറി ആൻഡ് മൾട്ടി കാർപ്പലറി. മോണോ കാർപ്പലറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗൈനീഷ്യം മേ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ പിസ്റ്റിൽ. മോണോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണെന്ന് അല്ലേ. പിന്നെ അക്കോർഡിംഗ് ടു പിസ്റ്റിൽ ആയതുകൊണ്ട് തന്നെ ഇത് പിസ്റ്റിലുമായിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എന്താണ്, മോണോ കാപ്പലറി എന്ന് പറഞ്ഞാൽ ഈ ഗൈനീഷ്യത്തിൽ ഒരു സിംഗിൾ പിസ്റ്റിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ദെൻ മൾട്ടി കാപ്പലറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മൾട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം
ഒന്നിൽ കൂടുതൽ. അപ്പോൾ ഗൈനീഷ്യം മേ കൺസിസ്റ്റ് മോർ ദാൻ വൺ പിസ്റ്റിൽ. ഇൻ മൾട്ടി കാപ്പിലറിയിലാണെങ്കിൽ ഇറ്റ് മേ ബി സിൻകാർപ്പസ് ആൻഡ് അപ്പോകാർപ്പസ്. സിൻകാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പിസ്റ്റിൽ മേ ബി ഫ്യൂസ്ഡ് ടുഗദർ. ഈ പിസ്റ്റിൽ എന്ന് പറയുന്നത് ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ അപ്പോകാർപ്പസ് എന്ന് പറഞ്ഞാൽ ദ പിസ്റ്റിൽസ് മേ ബി ഫ്രീ ആയിരിക്കും. പിസ്റ്റൽസ് അവിടെ ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് പിസ്റ്റൽ നോക്കാം. ഈച്ച് പിസ്റ്റൽ ഹാസ് 3 പാർട്സ്. ഓരോ പിസ്റ്റലിനും 3 പാർട്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. എന്തൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഇങ്ങനെ 3 പാർട്ടാണ് ഒരു പിസ്റ്റലിന് ഉണ്ടായിരിക്കുന്നത്. ദ സ്റ്റിഗ്മ സെർവ്സ് ആസ് എ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ പൊളൻ ഗ്രെയിൻ. സ്റ്റിഗ്മ എന്തായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്? സെർവ്സ് ആസ് ഈ പൊളൻ ഗ്രെയിൻസിന് ലാൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് സ്റ്റിഗ്മ സെർവ് ചെയ്യുന്നത്. ദ സ്റ്റൈൽ ഈസ് ദ ഇലോങ്ങേറ്റഡ് സ്ലെൻഡർ പാർട്ട് ബിനീത്ത് ദ സ്റ്റിഗ്മ. ഈ സ്റ്റിഗ്മയുടെ അടുത്തായിട്ട് അല്ലെങ്കിൽ താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലെൻഡർ പാർട്ടാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ദ ബേസൽ ബൾജ്ഡ് പാർട്ട് ഓഫ് ദ പിസ്റ്റൽ ഈസ് ദ ഓവറി. ഇപ്പോൾ ഈ ബേസലായിട്ട് കാണപ്പെടുന്ന, ഈ താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ബൾജ്ഡ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഓവറി എന്ന് പറയുന്നത്. ഇൻസൈഡ് ദ ഓവറി, ഓവറിയുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ദർ ഈസ് എ ഓവേറിയൻ ക്യാവിറ്റി. അവിടെ ഒരു ഓവേറിയൻ ക്യാവിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ ലോക്യൂൾ എന്നും പറയുന്നുണ്ട്. ദ പ്ലാസെൻഡ ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ഓവേറിയൻ ക്യാവിറ്റി. അപ്പോൾ ഈ പ്ലാസെൻഡ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഈ ഓവേറിയൻ ക്യാവിറ്റിയുടെ ഉള്ളിലായിട്ടാണ്. അറൈസിങ് ഫ്രം ദ പ്ലാസെൻഡ ആർ ദ മെഗാസ്പൊറാഞ്ചിയ കോമൺലി കോൾഡ് ഓവ്യൂൾസ്. അപ്പോൾ ഈ പ്ലാസെൻഡയിൽ നിന്ന് അറൈസ് ചെയ്ത് വരുന്ന ഒന്നാണ് ഈ മെഗാസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. അതിനെ കോമൺലി കോൾ ചെയ്യുന്നത് എങ്ങനെയാണ് വിളിക്കുന്നത്? എന്താണ്? ഓവ്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് മെഗാസ്പൊറാഞ്ചിയം നോക്കാം. സ്ട്രക്ചർ ഓഫ് മെഗാസ്പൊറാഞ്ചിയത്തിൽ പറയുന്നത് ദ ഓവ്യൂൾ ഈസ് എ സ്മോൾ സ്ട്രക്ചർ അറ്റാച്ച്ഡ് ടു ദ പ്ലാസെൻഡ ബൈ മീൻസ് ഓഫ് എ സ്റ്റാൾക്ക് കോൾഡ് ഫ്യൂണിക്കൽ. എന്താ പറയുന്നത്? ഈ ഓവ്യൂൾ എന്ന് പറഞ്ഞാൽ അതൊരു സ്മോൾ സ്ട്രക്ചറാണ്. അത് പ്ലാസെൻഡയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബൈ മീൻസ് ഓഫ് എ സ്റ്റാൾക്ക് വഴിയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂണിക്കൽ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഫ്യൂണിക്കൽ. ദ ബോഡി ഓഫ് ദ ഓവ്യൂൾ ഫ്യൂസസ് വിത്ത് ഫ്യൂണിക്കൽ ഇൻ ദ റീജിയൻ കോൾഡ് ഹീലം അല്ലെങ്കിൽ ഹൈലം എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്താണ്? ഈ ഓവ്യൂളിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഫ്യൂണിക്കലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ഹൈലം എന്ന് പറയുന്നത്. ഈച്ച് ഓവ്യൂൾ ഹാസ് 1 or 2 പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് കോൾഡ് ഇൻഡെഗ്മെൻറ്റ്സ്. എന്താണ്? ഓരോ ഓവ്യൂളിനും 1 അല്ലെങ്കിൽ 2 പ്രൊട്ടക്റ്റീവ് എൻവലപ്പുകൾ, കവറിങ്ങുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻഡെഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. എൻക്ലോസ്ഡ് വിതിൻ ദ ഇൻഡെഗ്യുമെൻറ്റ് ഈസ് എ മാസ് ഓഫ് സെൽ കോൾഡ് ന്യൂസിലസ്. ഇൻഡെഗ്യുമെൻറ്റിൻ്റെ ഉള്ളിലായിട്ട് എൻക്ലോസ്ഡ് വിത്തിൻ ദ ഇൻഡെഗ്യുമെൻറ്റിൻ്റെ ഉള്ളിലായിട്ട് എൻക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഒരു മാസ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ഇൻഡെഗ്യുമെൻറ്റ്സ് എൻസർക്കിൾ ദ ന്യൂസിലസിനെ അത് എൻസർക്കിൾ ചെയ്യുന്നുണ്ട്. എന്താ? ഇൻഡെഗ്യുമെൻറ്റ് എൻസർക്കിൾ ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് അറ്റ് ദ ടിപ്പ്. ആ ടിപ്പ് എക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള ഭാഗത്തിന് എന്ത് കവർ ചെയ്യുന്നുണ്ട്? ഇൻഡെഗ്യുമെൻറ്റ്സ് എൻസർക്കിൾ ചെയ്യുന്നുണ്ട്. വേർഡ് എ സ്മോൾ ഓപ്പണിംഗ്, ഒരു സ്മോൾ ഓപ്പണിംഗ് ഉണ്ട് അതിനെയാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. എന്താണ്? മൈക്രോപൈൽ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ദ മൈക്രോപൈലർ എൻഡ് ഈസ് ദ ചലാസ. എന്താണ് പറയുന്നത്? ഈ ഒരു മൈക്രോപൈലർ എൻഡിന് ഓപ്പോസിറ്റായിട്ട് കാണപ്പെടുന്നതാണ് ചലാസ എന്ന് പറയുന്നത്. റെപ്രസെൻറ്റിങ് ദ ബേസൽ പാർട്ട് ഓഫ് ദ ഓവ്യൂൾ. അതെന്തിനെയാണ് കാണിക്കുന്നത്? ഈ ഒരു ഓവ്യൂളിൻ്റെ ബേസൽ പാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഭാഗമാണ് ചലാസ എന്ന് പറയുന്നത്. സെൽ ഓഫ് ദ ന്യൂസിലസ് ഹാവ് അബൻഡൻറ്റ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. എന്താണ്? ഈ ഒരു സെൽസ് ഓഫ് ന്യൂസിലസിൽ എന്താണ്? അതൊരു അബൻഡൻറ്റ് സോഴ്സാണ്. ഫുഡ് മെറ്റീരിയൽസിൻ്റെ ഒരു അബൻഡൻറ്റ് സോഴ്സാണ് ന്യൂസിലസ് എന്ന് പറയുന്നത്. ദ എംബ്രിയോ സാക്ക് ഓർ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഈ ഒരു എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ന്യൂസിലസ്. ഈ ഒരു ന്യൂസിലസിൻ്റെ ഉള്ളിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഈ ഒരു അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓവ്യൂൾ ജനറലി ഹാസ് എ സിംഗിൾ എംബ്രിയോ സാക്ക് ഫോംഡ് ഫ്രം
മെഗാസ്പോർസ്. ഒരു ഓവ്യൂളിന് ജനറലി ഒരു സിംഗിൾ എംബ്രിയോ സാക്കാണ് ഉണ്ടായിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫോംഡ് ഫ്രം എ മെഗാസ്പോർ. അത് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? മെഗാസ്പോറിൽ നിന്നാണ് ഈ ഒരു എംബ്രിയോ സാക്ക് ഫോം ചെയ്തിരിക്കുന്നത്. മെഗാസ്പോറോജെനിസിസ്. എന്താണ് മെഗാസ്പോറോജെനിസിസ്? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ ഫ്രം മെഗാസ്പോർ മദർ സെൽ ഈസ് കോൾഡ് മെഗാസ്പോറോജെനിസിസ്. എന്താ പറയുന്നത്? ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ടായിരിക്കും, അതിൽ നിന്നും മെഗാസ്പോർസ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. ഓവ്യൂൾ ജനറലി ഡിഫറൻഷിയേറ്റ് എ സിംഗിൾ മെഗാസ്പോർ മദർ സെൽ MMZ ഇൻ ദ മൈക്രോപൈലാർ റീജിയൻ ഓഫ് ദ ന്യൂസിലസ്. അതായത് ഈ ഓവ്യൂൾസ് എന്ന് പറയുന്നത് അത് ജനറലി അത് ഡിഫറൻഷിയേറ്റ് എ സിംഗിൾ മെഗാസ്പോർ മദർ സെൽ. അതായത് MMZനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഒരു മൈക്രോപൈലർ, അതായത് ന്യൂസിലസിൻ്റെ മൈക്രോപൈലർ റീജിയനിൽ വെച്ചിട്ടാണ്. ഓക്കെ, ദ MMZ അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ. MMZ എന്ന് പറയുന്നത് മിയോട്ടിക് ഡിവിഷനാണ് അതിന് സംഭവിക്കുന്നത്. മിയോസിസ് റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് 4 മെഗാസ്പോർ. മിയോസിസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 4 മെഗാസ്പോറിൻ്റെ പ്രൊഡക്ഷനാണ് അവിടെ ഉണ്ടാവുന്നത്. ഇനി മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, കൂടുതൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിലും വൺ ഓഫ് ദ മെഗാസ്പോർ ഈസ് ഫങ്ഷണൽ. അതിൽ ഒരു മെഗാസ്പോർ എന്ന് പറയുന്നത് ഫങ്ഷണൽ ആയിരിക്കും. വൈൽ അതർ 3 ഡീജനറേറ്റ്സ്. ബാക്കിയുള്ള 3 ഡീജനറേറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഓൺലി ഫങ്ഷണൽ മെഗാസ്പോർസ് ഡെവലപ്പ് ഇൻ ടു ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഈ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഈ ഒരു മെഗാസ്പോറാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ദിസ് മെത്തേഡ് ഓഫ് എംബ്രിയോസാക്ക് ഫോർമേഷൻ ഫ്രം എ സിംഗിൾ മെഗാസ്പോർ ഇസ് ടേംഡ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. ഒരു സിംഗിൾ മെഗാസ്പോറിൽ നിന്നും എംബ്രിയോസാക്കിൻ്റെ സാക്ക് ഉണ്ടാവുന്ന അതിൻ്റെ ആ ഒരു ഫോർമേഷനെയാണ് നമ്മൾ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ന്യൂക്ലിയസ് ഓഫ് ദ ഫങ്ഷണൽ മെഗാസ്പോർ. ഈ മെഗാസ്പോറിൻ്റെ ഈ ഒരു ഫങ്ഷണൽ മെഗാസ്പോറിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ദാറ്റ് ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി. അത് മൈറ്റോട്ടിക്കലി ഡിവിഷൻ അതിന് സംഭവിച്ചിട്ട് ടു ഫോം 2 ന്യൂക്ലിയൈ. അതെന്ത് സംഭവിക്കുന്നു? 2 ന്യൂക്ലിയൈ അവിടെ ഫോം ചെയ്യുന്നു. വിച്ച് മൂവ്സ് ടു ദ ഓപ്പോസിറ്റ് പോൾ. അത് ഓപ്പോസിറ്റ് പോളിലോട്ട് മൂവ് ചെയ്യുന്നു, ഫോമിങ് 2 ന്യൂക്ലിയേറ്റ് എംബ്രിയോസാക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു 2 ന്യൂക്ലിയേറ്റ് എംബ്രിയോസാക്ക് അവിടെ ഫോം ചെയ്യുന്നു. മോർ സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ന്യൂക്ലിയർ ഡിവിഷൻ result in the formation of the 4 nucleate and later 8 nucleate stages of the embryo sac. 2 more sequential mitotic nuclear division. അവിടെ വേറെയും ഒരു 2 തരത്തിലുള്ള സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നുണ്ട്. ഫോർമേഷൻ ഓഫ് ദ 4 ന്യൂക്ലിയേറ്റ് എംബ്രിയോസാക്ക് ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജസ് ഓഫ് എംബ്രിയോസാക്ക് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. MMZ അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ല് ഉണ്ടായിരിക്കും, അതിന് മിയോസിസ് നടക്കുന്നു. അങ്ങനെ 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോറുകൾ ഉണ്ടാവുന്നു. അതിൽ ഒരെണ്ണം മാത്രമാണ് ഫങ്ഷണൽ ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് അത് മാത്രം അവിടെ നിന്ന് ബാക്കി 3 ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ഫങ്ഷണൽ മെഗാസ്പോറിൻ്റെ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് 2 ന്യൂക്ലിയൈ ആയിട്ട് ഫോം ചെയ്തിട്ട് അത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പോളിലായിട്ട് പോയിട്ട് അങ്ങനെ 2 ന്യൂക്ലിയേറ്റ് എംബ്രിയോസാക്ക് ഫോം ചെയ്യുന്നു. അതിനുശേഷം പിന്നീടും ഇവിടെ കുറച്ച് സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ഡിവിഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ അതെന്ത് ചെയ്യുന്നു? 4 ന്യൂക്ലിയേറ്റ് ആയിട്ടും അതിനുശേഷം അത് പിന്നീടും ഡിവിഷൻ സംഭവിച്ചിട്ട് 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജസുകളും ഉള്ള എംബ്രിയോസാക്കായിട്ട് അത് മാറുന്നു. ആഫ്റ്റർ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ്, ഈ ഒരു 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജിന് ശേഷം ഇതിൻ്റെ സെൽ വാൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലൈ ഡൗൺ ലീഡിങ് ടു ദ ഓർഗനൈസേഷൻ ഓഫ് ദ ടിപ്പിക്കൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓർ എംബ്രിയോസാക്ക്. അപ്പോൾ 8 ന്യൂക്ലിയൈ ഫോം ചെയ്തു എന്ന് പറഞ്ഞു. ഈ 8 ന്യൂക്ലിയയിൽ 6 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ദ സെൽ വോൾസ്. അത് എന്ത് ചെയ്യുന്നു? അതിനെ സെൽ വോൾ സറൗണ്ട് ചെയ്യുന്നു. അങ്ങനെ എന്താണ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു സെൽസ്. അതിനെന്നിട്ട് ഒരു സെല്ല് പോലെ അതിനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. ദ റിമൈനിങ് ആയിട്ടുള്ള 2 ന്യൂക്ലിയൈ അതിനെ നമ്മൾ പോളാർ ന്യൂക്ലിയൈ എന്നാണ് പറയുന്നത്. അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു എഗ് അപ്പാരറ്റസിന് താഴെയായിട്ടാണത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ദ ലാർജ് സെൻട്രൽ സെല്ല്. ഇൻ എംബ്രിയോസാക്കിലാണെങ്കിൽ ഈ ഒരു 3 സെല്ല് എന്ന് പറയുന്നത് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. അതെന്ത് ചെയ്യുന്നു? ഈ മൈക്രോപൈലാർ എൻഡിൽ ഈ 3 സെല്ല് എന്ന് പറയുന്നത് ഗ്രൂപ്പ്ഡ് ടുഗദർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ എഗ് അപ്പാരറ്റസ്. അങ്ങനെ അതെന്ത് ചെയ്യുന്നു? ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ എഗ് അപ്പാരറ്റസ്. ദ എഗ് അപ്പാരറ്റസ് ഇൻ ടേൺസ് കൺസിസ്റ്റ് ഓഫ് 2 സിനർജിഡ്
ആൻഡ് 1 egg cell. എന്താ ഈ അപ്പാരറ്റസ് എന്ന് പറയുന്നത്? അതിൽ 2 സിനർജിഡും അതുപോലെ ഒരു എഗ് സെല്ലുമാണ് ഉണ്ടായിരിക്കുന്നത്. ദ സിനർജിഡ് എന്ന് പറയുന്നത് ഹാവ് എ സ്പെഷ്യൽ സെല്ലുലർ തിക്കനിങ്സ് അറ്റ് ദ മൈക്രോപൈലർ ടിപ്പ്. എന്താണ്? ഒരു മൈക്രോപൈലർ ടിപ്പിലായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു സിനർജിഡ് എന്ന് പറയുന്നതിന് ഒരു സെല്ലുലാർ തിക്കനിങ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. എന്താണ്? ഫിലിഫോം അപ്പാരറ്റസ് വിച്ച് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗൈഡിങ് ദ പോളൻ ട്യൂബ്സ് ഇൻ ടു ദ സിനർജിഡ്. എന്താ ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു ഫിലിഫോം അപ്പാരറ്റസ് ആണ് ഈ ഒരു പൊള്ളൻ ട്യൂബിനെ സിനർജിഡിലോട്ട് ഗൈഡ് ചെയ്ത് വിടുന്നത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ് ഈ ഒരു ഫിലിഫോം അപ്പാരറ്റസ് വഹിക്കുന്നത്. 3 cells അറ്റ് ദ ചലാസൽ എൻഡിലുള്ള ബാക്കി 3 സെൽ എന്ന് പറയുന്നത് ആർ കോൾഡ് ആൻറ്റിപോഡൽസ്. അതിനെയാണ് നമ്മൾ ആൻറ്റിപോഡൽസ് എന്ന് വിളിക്കുന്നത്. ദ ലാർജ് സെൻട്രൽ വോൾ ആസ് മെൻഷൻഡ് ഏർലിയർ, അതായത് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എന്താണ് ഈ ഒരു 2 പോളാർ ന്യൂക്ലിയസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന അത് ഈ ഒരു ലാർജ് സെൻട്രൽ വോൾ സെല്ലിലാണ് എന്ന് പറഞ്ഞിരുന്നു. ഹാസ് 2 പോളാർ ന്യൂക്ലിയൈ. ദ ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോ സാക്ക് അറ്റ് മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് ദോ 8 ന്യൂക്ലിയേറ്റ് ഈസ് 7 സെൽഡ്. എന്താണ് പോളിനേഷൻ? പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ആന്തറിൽ നിന്നും ഷെഡ് ചെയ്യുന്ന പൊള്ളൻ ഗ്രെയിൻസിനെ പിസ്റ്റലിൻ്റെ സ്റ്റിഗ്മയിലോട്ട് എത്തിക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. ദെൻ കൈൻഡ്സ് ഓഫ് പോളിനേഷൻ. ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സ് ഓഫ് പോളിനേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 ടൈപ്സ്. എന്താണ്? ഈ ഒരു പോളൻ എവിടെ നിന്നാണോ കിട്ടുന്നത് അതിൻ്റെ ആ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ പോളിനേഷനെ നമുക്ക് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഓട്ടോഗമി. എന്താ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ? ഇൻ ദിസ് ടൈപ്പ് പോളിനേഷൻ ഈസ് അച്ചീവ്ഡ് വിതിൻ ദ സെയിം ഫ്ലവർ. അതായത് സെയിം ഫ്ലവറിൽ നിന്ന് തന്നെ വരുന്നതാണ്, അല്ലെങ്കിൽ അതിൽ തന്നെ അച്ചീവ് ചെയ്യുന്ന ഒരു പോളിനേഷനാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് വരുന്ന ഈ ഒരു പൊള്ളൻ ഗ്രെയിൻസിനെ അതിൻ്റെ തന്നെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഗെയ്റ്റനോഗമി. ഗെയ്റ്റനോഗമി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻ ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. അതായത് നമുക്ക് ചെമ്പരത്തിനെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ചെമ്പരത്തിയുടെ ആ ഒരു ചെടിയിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലത്തെ ഒരു ഫ്ലവറിനെ നമ്മൾ 1 ആയിട്ട് എടുത്തു. ആ 1 എന്ന് പറയുന്ന ആ ഒരു ഫ്ലവറിൻ്റെ ആന്ത്രിൽ നിന്നും വരുന്ന ഈ പൊള്ളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്തിട്ട് ഈ എന്ത് ചെയ്യുന്നു, ഇതിനെ 2 എന്ന് പറയുന്ന ഈ ഒരു സെയിം പ്ലാന്റിൽ തന്നെ 2ാമത്തെ ഫ്ലവറിലോട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ സ്റ്റിഗ്മയിലോട്ട് ഈ ഒരു പൊള്ളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് ഗെയ്റ്റനോഗമി എന്ന് പറയുന്നത്. അപ്പോൾ ഗെയ്റ്റനോഗമി ഈസ് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ഇൻവോൾവിങ് എ പോളിനേറ്റിംഗ് ഏജൻറ്റ്. അപ്പോൾ നമുക്കറിയാം എന്താണ് പോളിനേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലോട്ട് പോളിനേഷൻ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഗെയ്റ്റനോഗമി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഫങ്ഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ക്രോസ് പോളിനേഷനാണ്. നെക്സ്റ്റ് വരുന്നതാണ് സീനോഗമി എന്ന് പറയുന്നത്. സീനോഗമി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്. അതായത് ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യാസമാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നതൊക്കെ ഒരു സെയിം പ്ലാന്റിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ സീനോഗമി നടക്കുന്നത് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ്. എ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിൽ നിന്ന്, അതായത് അതിൻ്റെ ആന്ത്രിൽ നിന്നും വരുന്ന ഈ ഒരു പൊള്ളൻ ഗ്രെയിൻസിനെ എന്ത് ചെയ്യുന്നു, മറ്റൊരു പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സീനോഗമി എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. അതായത് ഈ ഒരു ചിത്രം നോക്കിയാൽ അതിൽ ഓട്ടോഗമി നടക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്താണ്? സെയിം പ്ലാന്റിൻ്റെ സെയിം ഫ്ലവറിൽ വെച്ച് നടക്കുന്നതാണ്. അതായത് ഒരു സെൽഫ് പോളിനേഷനാണ് ഇവിടെ നടക്കുന്നത്. അതിനെ നമ്മൾ എന്താ പറയുന്നത്, ഒരു ഫ്ലവറിൻ്റെ സെയിം ആന്ത്രിൽ നിന്ന് സെയിം ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലോട്ട് പൊള്ളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ഓട്ടോഗമി. ദെൻ ഗെയ്റ്റനോഗമി നോക്കാം. ഗെയ്റ്റനോഗമി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് ആയിരിക്കും, സെയിം പ്ലാന്റ് തന്നെയാണ്, ഒരു സെയിം പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിലാണ് നടക്കുന്നത്. എന്നാൽ സീനോഗമി എന്ന് പറഞ്ഞാലോ, സീനോഗമി എന്ന് പറഞ്ഞാൽ അത്
നടക്കുന്നത് തന്നെ ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നുള്ള പൊളൻ ഗ്രെയിൻസിനെ ബി എന്ന് പറയുന്ന ഒരു പ്ലാന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് സീനോഗമി. ചാസ്മോഗാമസ് ഫ്ലവേഴ്സ്. ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ ഫ്ലവേഴ്സ് ദാറ്റ് ഹാവ് എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ. എന്താണ്? ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആന്തേഴ്സും അതുപോലെ തന്നെ സ്റ്റിഗ്മയും ഉണ്ടായിരിക്കും. അതുകൂടാതെ ചാസ്മോഗമി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കാണിക്കുന്ന ഫ്ലവേഴ്സാണ് ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചാസ്മോഗമി എന്ന് പറഞ്ഞാൽ? ചാസ്മോഗമി എന്ന് പറഞ്ഞാൽ ഒരു റീപ്രൊഡക്റ്റീവ് മെക്കാനിസമാണ്, ഫ്ലവേഴ്സിലുള്ള ഒരു റീപ്രൊഡക്റ്റീവ് മെക്കാനിസമാണ്. ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ക്രോസ് പോളിനേഷൻ ഓഫ് ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സിൻ്റെ ക്രോസ് പോളിനേഷന് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. എന്താ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്? ദീസ് ആർ ദ ഫ്ലവേഴ്സ് ദാറ്റ് ഡസ് നോട്ട് ഓപ്പൺ അറ്റ് ഓൾ, ദാറ്റ് ഈസ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ലൈ ക്ലോസ് ടു ഈച്ച് അതർ. അതായത് ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അത് ഓപ്പൺഡ് ആയിരിക്കില്ല, മാത്രമല്ല ഇതൊരു അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് കാണുന്നത്. പിന്നെ ക്ലീസ്റ്റോഗാമി കാണിക്കുന്ന ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. സം പ്ലാന്റ്സ് സച്ച് ആസ് വിയോള, അതായത് കോമൺ പാൻസി എന്ന് പറയുന്നു, ഓക്സാലിസ് ആൻഡ് കമലീന പ്രൊഡ്യൂസ് ദീസ് ടു ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്. പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് അതിന് പോളിനേഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസോ മെത്തേഡിനെയോ ആണ് നമ്മൾ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലാണുള്ളത്, ബയോട്ടിക്കും അബയോട്ടിക്കും. ബയോട്ടിക് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഇൻസെക്റ്റോ അതുപോലെ തന്നെ എനിമൽസൊക്കെയാണ്. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ വിൻഡും വാട്ടർ. ഇനി വിൻഡ് പോളിനേഷൻ നോക്കാം. വിൻഡ് പോളിനേഷനിൽ വരുന്ന പൊളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആയിരിക്കും. ദേ പോസസ് എ വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ. ഇതൊരു വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേമൻ അത് പോസസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സോ ദാറ്റ് ദ പൊളൻസ് ആർ ഈസിലി ഡിസ്പോസ്ഡ് ഇൻ ടു ദ വിൻഡ് കറൻറ്റ്. ദി ലാർജ് ഓഫൺ ഫെദറി സ്റ്റിഗ്മ ടു ഈസിലി ട്രാപ്പ് എയർബോൺ പൊളൻ ഗ്രെയിൻസ്. ലാർജ് ഓഫൺ ഫെദറി സ്റ്റിഗ്മ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈസിലി പെട്ടെന്ന് തന്നെ ഈ വാട്ടർ ബോൺ ആയിട്ടുള്ള പൊളൻ ഗ്രെയിൻസിനെ ഈസിലി ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ലാർജ് ഓഫൺ ആയിട്ടുള്ള ഒരു ഫെദറി സ്റ്റിഗ്മ പൊസസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഓഫൺ ഹാവ് എ സിംഗിൾ ഓവ്യൂള്. ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സിനൊക്കെ ഒരു സിംഗിൾ ഓവ്യൂൾസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇൻ ഈച്ച് ഓവറി ആൻഡ് ന്യൂമറസ് ഫ്ലവേഴ്സ് പാക്ക്ഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറസെൻസ്. നെക്സ്റ്റ് ആണ് വാട്ടർ പോളിനേഷൻ. പോളിനേഷൻ ബൈ വാട്ടർ ഈസ് ക്വൈറ്റ് റയർ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ അത് വളരെ അതായത് റയർ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് പോളിനേഷൻ ബൈ വാട്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ലിമിറ്റഡ് അബൌട്ട് 30 ജനറ, മോസ്റ്റ്ലി മോണോകോട്ടിലിഡൻസ്. വാട്ടർ ഈസ് എ റെഗുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ ദ മെയിൽ ഗാമേറ്റ്. മെയിൽ ഗാമേറ്റിന് എന്താണ് ഒരു ട്രാൻസ്പോർട്ട് പോലെയാണ് ഈ ഒരു വാട്ടർ ആക്ട് ചെയ്യുന്നത് കേട്ടോ. എമംഗ് ദ ലോവർ പ്ലാന്റ് ഗ്രൂപ്പ്സ് സച്ച് ആസ് ആൽഗെ, ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്. സം എക്സാമ്പിൾസ് ഓഫ് വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സ്. ഈ വാട്ടർ പോളിനേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനുള്ള എക്സാമ്പിൾസ് ആണ് വെലസ്നേറിയ ആൻഡ് ഹൈഡ്രില്ല. ഇതെന്താണ്? ഫ്രഷ് വാട്ടറിലാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. ആൻഡ് സെവറൽ മറൈൻ സീ ഗ്രാസ് സച്ച് ആസ് സോസ്റ്റെറ. ഇൻസെക്ട് ഓർ എനിമൽ പോളിനേഷൻ. Majority of insect pollinated flowers are large, colorful, fragrant and rich in nectar. ഒട്ടുമിക്ക ഇൻസെക്റ്റ് പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് വലുതും അതുപോലെ കളർഫുൾ ആയിരിക്കും, നല്ല സുഗന്ധമുള്ളതായിരിക്കും ആൻഡ് റിച്ച് ഇൻ നെക്ടാർ. വെൻ ദ ഫ്ലവേഴ്സ് ആർ സ്മോൾ, ഇപ്പോൾ ഈ ഫ്ലവേഴ്സ് സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ക്ലസ്റ്റേർഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറസൻസ് ടു മേക്ക് ദം കൺസ്പീക്വസ്. അതായത് ഇപ്പോൾ ആ ഫ്ലവർ എന്ന് പറയുന്നത് സ്മോൾ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ ഫ്ലവേഴ്സും, ഈ നമ്പർ ഓഫ് ഫ്ലവേഴ്സിനെല്ലാം കൂടിയിട്ട് ഒരു ക്ലസ്റ്ററായിട്ട്, ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ട്, ഒരു കൂട്ടമായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് വഴി എന്താണ്, ഈ പ്ലാന്റ്സിനൊക്കെ അത് ക്ലിയർലി വിസിബിൾ ആയിരിക്കും. ഇനി അനിമൽസ് ആർ അട്രാക്റ്റഡ് ടു ഫ്ലവേഴ്സ് ബൈ കളർ ഓർ ഫ്രാഗ്രൻസ്. ഈ അനിമൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സായിട്ട് അട്രാക്റ്റഡ് ആവുന്നത് ഒന്നുകിൽ അതിൻ്റെ കളറോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ല്, ഫ്രാഗ്രൻസ് കൊണ്ടോ ആയിരിക്കും. ദ ഫ്ലവേഴ്സ് പോളിനേറ്റഡ് ബൈ ഫ്ലൈസ് ആൻഡ് ബീറ്റിൽസ് സെക്രീറ്റ് ഫോൾ ഓഡേഴ്സ് ടു അട്രാക്ട് അനിമൽസ്. അക്വാട്ടിക് പ്ലാന്റ്സ് ആയിട്ടുള്ള വാട്ടർ ഹയാസിന്ത്, അതുപോലെ തന്നെ വാട്ടർ ലില്ലി, അങ്ങനെയുള്ള പ്ലാന്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദ ഫ്ലവേഴ്സ് എമർജ് എബോവ് ദ ലെവൽ ഓഫ് ദ വാട്ടർ ആൻഡ് ആർ പോളിനേറ്റഡ് ബൈ ഇൻസെക്ട്സ് ഓർ വിൻഡ് ആസ് ഇൻ മോസ്റ്റ് ഓഫ് ദ ലാൻഡ് പ്ലാന്റ്. അതായത്
ലാൻഡിലുള്ള പ്ലാന്റിനെ പോലെ തന്നെ ആയിരിക്കും ഈ ഒരു വാട്ടറിലുള്ള ഹയാസിന്ത് അതുപോലെ തന്നെ വാട്ടർ ലില്ലി ഇതിലൊക്കെ പോളിനേഷൻ നടക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു വാട്ടർ ലെവലിനേക്കാൾ മുകളിലോട്ടായിട്ടാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് എമർജ് ചെയ്ത് വരുന്നത്. സോ അതുവഴി ഇൻസെക്റ്റ് വഴിയോ അല്ലെങ്കിൽ വിൻഡ് വഴിയോ ഇതിന് പോളിനേഷൻ നടത്താനുള്ള ചാൻസ് ഉണ്ട്.